ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫീച്ചേഴ്സ് കോക്ടൈൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് ഒരു തോരൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ കടച്ചക്ക വെച്ചിട്ടാണ് ഈ തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കടച്ചക്ക ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 10-15 ചുവന്നുള്ളിയും ഒരു 5-10 വെളുത്തുള്ളിയും കൂടി എടുക്കാം. അത് നമുക്ക് ചതച്ചെടുക്കാനുള്ള കേട്ടോ. ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി നമ്മൾ ഇടിക്കല്ലിലിട്ടിട്ട് ചതച്ചെന്നെ എടുക്കണം. എന്നിട്ട് നമുക്കൊരു പാൻ വെക്കാം. പാനിലോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് കടുകിട്ട് പൊട്ടിക്കണം. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ആ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ എരിവ് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ സാധാ മുളക് പൊടി ചേർത്താലും മതി. എന്നിട്ട് ഇതിലോട്ട് ചേർക്കുന്നത് ഒരു നുള്ള് മല്ലിപ്പൊടി വളരെ കുറച്ച് മതി കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതോടൊപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല നിർബന്ധമാണ് കേട്ടോ. ചിക്കൻ മസാല ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മുടെ തോരന്. അപ്പോൾ ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള കടച്ചക്ക ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത് നമ്മൾ ആ ചിക്കൻ മസാല ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ മസാലയിൽ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കടച്ചക്ക പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അതുകൊണ്ട് 1/2 ഗ്ലാസ് വെള്ളം മതി. 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും കടച്ചക്ക നന്നായിട്ട് തന്നെ കുക്കായി വരും കേട്ടോ. അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ. അപ്പോൾ തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ വെന്തോന്ന് നോക്കുകയാണ്. അപ്പോൾ ഒരുവിധം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ കടച്ചക്ക ഇപ്പോൾ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ലാസ്റ്റായിട്ട് ഒരു പിടി തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അടിപൊളി തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തേങ്ങ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗ അപ്പം തന്നെ ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ തേങ്ങ ചേർത്തതിന് ശേഷം പിന്നെ ഒന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളുടെ അടിപൊളി കടച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.